ദേശീയപാത 185 അടിമാലി ടൗണിലേക്ക് എത്തുന്ന ഭാഗത്തെ അലൈൻമെന്റിൽ മാറ്റം വരുത്തുവാൻ നീക്കം നടത്തുന്നുവെന്ന ആരോപണവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത്. ദേശീയപാത 185 ദേശീയപാത 85മായി സംഗമിക്കുന്ന ഭാഗം സംബന്ധിച്ച് മാറ്റം വരുത്തുവാൻ നീക്കം നടക്കുന്നുവെന്നാണ് സമിതിയുടെ ആക്ഷേപം. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തി അത്തരമൊരു നീക്കം നടക്കുന്നുവെങ്കിൽ അത് ഒഴിവാക്കുവാൻ നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം. ദേശീയപാത 85ന്റെ നവീകരണത്തിനൊപ്പം ദേശീയപാത 185ന്റെ നവീകരണത്തിനും നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ദേശീയപാത 185 അടിമാലി ടൗണിലേക്ക് എത്തുന്ന ഭാഗത്തെ അലൈൻമെന്റ് അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നുവെന്ന ആരോപണവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്തെത്തിയിട്ടുള്ളത്. മുമ്പ് അടിമാലി മിനിപ്പടിയിൽ നിന്നായിരുന്നു ദേശീയപാത 185ന് തുടക്കം കുറിക്കാൻ ലക്ഷ്യമിട്ടിരുന്നതെന്നും എന്നാൽ ഇതുമാറ്റി അടിമാലി SNDP ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള കൊടും വളവിൽ നിന്നും ദേശീയപാത 185ന് തുടക്കം കുറിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നുവെന്നുമാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആക്ഷേപം. ഈ രീതിയിൽ നിർമ്മാണം നടന്നാൽ അത് തികച്ചും അശാസ്ത്രീയമായി മാറുമെന്ന് സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ദേശീയപാത 185 അടിമാലി കുമളി ദേശീയപാത ആരംഭിക്കുന്ന അടിമാലിയിൽ നിന്നാണ്. അടിമാലി ടൗണിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്നത് വളരെയധികം ട്രാഫിക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പാൽക്കോ പമ്പിന് സമീപത്ത് നിന്ന് അത് റോഡ് ഡൈവേർട്ട് ചെയ്ത് അടിമാലി മിനിപ്പടിയിൽ നിന്ന് ആരംഭിക്കാൻ വേണ്ടി സർവേ നടപടികൾ സ്വീകരിച്ചത്. അങ്ങനെ ആ സർവേ നടപടികൾ പത്രമാധ്യമങ്ങളിൽ കൂടി വരികയും അടിമാലി കുമളി ദേശീയപാതയ്ക്ക് നല്ലൊരു തുടക്കമാണ് എന്നുള്ള പൊതുജനാഭിപ്രായം ഉള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും അതിൻ്റെ ആരംഭിക്കുന്ന സ്ഥലം മാറ്റിക്കൊണ്ട് തീരുമാനമെടുത്തതായിട്ട് അറിയുന്നത്. ഈയിടെ അതിൻ്റെ ഒരു സ്കെച്ച് പുറത്തു വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ആ വളവ് തിരിഞ്ഞു വരുമ്പോൾ ഇപ്പോൾ യാർഡ് പ്രവർത്തിക്കുന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്ന രീതിയിലാണ് കൊടും വളവാക്കി ഒരു ഭാഗത്താണ് ഇത് ആരംഭിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്ന് അറിയുന്നു. ദേശീയപാത 185 അടിമാലി ടൗണിൽ നിന്നും ആരംഭിച്ചാൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായിട്ടായിരുന്നു ദേശീയപാത 185 മിനിപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന രീതിയിൽ അലൈൻമെന്റ് തയ്യാറാക്കിയിരുന്നതെന്നും ഇപ്പോൾ സംശയിക്കും വിധം അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയവുമൊക്കെയുള്ള പ്രദേശത്ത് ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്തുമെന്നും സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. മാത്രമല്ല, വാഹനം ഓടിക്കുന്നവർക്ക് ദൂരക്കാഴ്ച ലഭിക്കാത്ത കൊടും വളവിൽ നിന്ന് പാത രണ്ടായി പിരിയുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും വാദമുയരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നീക്കം നടക്കുന്നുവെങ്കിൽ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തി അതൊഴിവാക്കാൻ നടപടിയുണ്ടാകണമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി.